നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ സാധ്യതകൾ ചർച്ച ചെയ്യുന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സ്പെഷ്യൽ ഗസ്റ്റായി ചേരുന്നു അഡ്വക്കേറ്റ് എ ജയശങ്കർ. ഒപ്പം കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ AC റെജിയും. ഇരുവർക്കും സ്വാഗതം വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ചാണ്. പ്രമുഖരുടെ പേടി സ്വപ്നമായ മണ്ഡലം. ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഈ മണ്ഡലത്തെ വിശേഷിപ്പിക്കാം. കാരണം ആർ ശങ്കർ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരെ തോൽപ്പിച്ച മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാറ്റിപ്പോൾ ആർക്കനുകൂലമാണ്? പരിശോധിക്കാം. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് തന്നെ. അഡ്വക്കേറ്റ് ജയശങ്കർ, ആറ്റിങ്ങൽ പേരുകേട്ട ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കൾ മത്സരത്തിനെത്തുകയും പ്രതീക്ഷയോടെ വരികയാണെങ്കിൽ ആ അപ്രതീക്ഷിത തോൽവിയിൽ മനംനൊന്ത് മടങ്ങുകയും ചെയ്ത മണ്ഡലം എങ്ങനെയാണ് കാണുന്നത് ഇപ്പോഴത്തെ സാഹചര്യം? തിരുവിതാംകൂർ പ്രധാനമന്ത്രിയും പിന്നീട് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയുമായിരുന്ന TK നാരായണപിള്ള, അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ്. പറവൂർ TK എന്ന് പറയും. നെയ്യാറ്റിക്കര TK നാരായണപിള്ള എന്ന് പറഞ്ഞ് വേറൊരു നേതാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥലപ്പേര് കൂടി ചേർത്ത് പറവൂർ TK എന്ന് വിളിച്ചത്. പറവൂർ TK നാരായണപിള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 1952 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഈ ചിറയൻകീഴ് മണ്ഡലത്തിലാണ് മത്സരിച്ചത്. ഇപ്പോഴത്തെ ആറ്റിങ്ങലിലാണ് ചിറയൻകീഴ് മണ്ഡലത്തിൽ മത്സരിച്ച അദ്ദേഹം VP നായരോട് തോറ്റുപോയി എന്നുള്ളതാണ് ചരിത്രം. VP നായർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനായിരുന്ന സദസ്യ തിലകൻ വേലുപ്പിള്ളയുടെ മകനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. TK നാരായണപിള്ള തോറ്റു. ഇത് അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ളൊരു മണ്ഡലമാണ്. പിന്നീട് 1965 ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് തോറ്റുപോയ ആർ ശങ്കർ ചെറിയ ആളൊന്നുമല്ല, അതിഗംഭീരനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം 67 ചിറയൻകീഴിൽ മത്സരിച്ച് അനിരുദ്ധനോട് പരാജയപ്പെട്ടു. അന്ന് ആളുകളെ തമാശയായിട്ട് പറഞ്ഞവർ, തമാശയല്ല, അതിൽ വലിയൊരു സത്യമുണ്ട്. ആർ ശങ്കറിനെ ഈഴവർ ഒരു കോൺഗ്രസ് നേതാവായിട്ട് കണക്കാക്കി, അവർ വോട്ട് ചെയ്തില്ല. മറ്റു സമുദായക്കാർ ഇദ്ദേഹത്തെ ഒരു ഈഴവ നേതാവായി കണക്കാക്കി, അവർ വോട്ട് ചെയ്തില്ല. അങ്ങനെ അദ്ദേഹം തോറ്റുപോയിരുന്നത്. അതിൽ സത്യത്തിൻ്റെ ഒരു വലിയ ഘടകമുണ്ട്. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറയില്ലേ, എല്ലാ സമുദായക്കാരും ബാക്കി എല്ലാവരും ജാതി നോക്കി വോട്ട് ചെയ്യുന്നു, ഈഴവർ മാത്രം ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു സംഗതി അതിൻ്റെ അകത്തുണ്ട്. ഏതായാലും ആർ ശങ്കറിൻ്റെയും വാട്ടർലൂവായി മാറിയത് ചിറയൻകീഴാണ്. പിന്നെ അദ്ദേഹം ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. 71 ശങ്കറിൻ്റെ പേര് വന്നപ്പോൾ ആ പേര് അത് വെട്ടിയിട്ടാണ് വയലാർ രവിക്ക് കൊടുത്തത്. വയലാർ രവി ജയിച്ചു. വയലാർ രവിയാണ് ഇവിടെ ആദ്യം ഈ ത്രിവർണ്ണ പതാക പാറിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വയലാർജി 71 ജയിച്ചു, 77 ജയിച്ചു. പക്ഷേ 80 വന്നപ്പോൾ വയലാറിനും അടിതെറ്റിയാൽ വയലാറും വീഴും. അതെ, അന്ന് AR റഹീം അദ്ദേഹം വിജയിക്കുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ വന്നാണ് കോൺഗ്രസ് ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട്. മുതിർന്ന നേതാവാണ്, കൊല്ലത്ത് ഒരു വലിയ തലയെടുപ്പുള്ള നേതാവായിരുന്നു. അദ്ദേഹം വന്ന് മത്സരിച്ചു. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വയലാറിനെ വേല വെച്ചു എന്നാണ് വയലാർ തന്നെ കരുതുന്നത്. അന്ന് എനിക്കൊന്ന് വയലാർ എന്തോ കോൺഗ്രസ് യു എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. അതെ, അന്ന് കോൺഗ്രസ് പിളർന്നതിന് ശേഷം ഈ പാർട്ടി കോൺഗ്രസ് യു എന്നാണ് അറിയപ്പെടുന്നത്. യു എന്ന് പറഞ്ഞാൽ ദേവരാജ് അറസ്റ്റായിരുന്നു അതിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ അങ്ങനെ വയലാർ രവിയും ചിറയൻകീഴിൽ കാലിടറി വീണു. അടുത്ത തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്കും തലേക്കുന്നിൽ ബഷീർ വന്ന് മത്സരിച്ചു 84. അന്ന് ഇന്ദിരാഗാന്ധി ഭരിച്ച വലിയ തരംഗമായിരുന്നു. അദ്ദേഹം വിജയിച്ചു. അതിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തലേക്കുന്നിലെ ഭൂരിപക്ഷം അല്ലാതെ കുറഞ്ഞുവെങ്കിലും അദ്ദേഹം ജയിച്ചു. പിന്നീട് രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി മരിച്ച സഹതാപം ഉണ്ടായിട്ട് പോലും തലേക്കുന്നിൽ ചിറയൻകീഴിൽ പരാജയപ്പെട്ടു. സുശീല ഗോപാലൻ ജയിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പ് 96 വന്നപ്പോഴത്തേക്കും സുശീല ഗോപാലൻ നിയമസഭയ്ക്ക് മത്സരിച്ച് മന്ത്രിയായി. അന്ന് സമ്പത്ത് എന്ന് പറഞ്ഞ അനിരുദ്ധൻ്റെ മകൻ മത്സരിച്ചു. സമ്പത്ത് മത്സരിച്ചു, ജയിച്ചു. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും പാർട്ടിക്ക് ഇദ്ദേഹം അനഭിമതനായി, അദ്ദേഹത്തിൻ്റെ സീറ്റ് നിഷേധിച്ചു. പിന്നെ കുറേ ആളൊക്കെ നമ്മൾ സമ്പത്തിനെ കുറിച്ചൊന്നും കേൾക്കുന്നില്ല. പിന്നെ പഴയ പോരാളി വീണ്ടും തിരിച്ചു വന്നു, വർക്കല രാധാകൃഷ്ണൻ. അദ്ദേഹം നാട്ടുകാരെ അണ്ണനാണ്, ഒരു അണ്ണൻ എന്ന് വിളിച്ചിരുന്ന വർക്കല രാധാകൃഷ്ണൻ 3 തവണ അവിടെ ജയിച്ചു. അദ്ദേഹം ഒരു അജയ്യനായ പോരാളിയായിരുന്നു. 3 തവണ ജയിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം. MM ഹസൻ മത്സരിച്ച് തോറ്റിട്ടുണ്ട്. MM ഹസനും MA ഷാനവാസും മത്സരിച്ച്. അതൊക്കെ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുസ്ലിം സമുദായ അംഗവും കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി ഇഴവരും എന്ന രീതിയിലാണ് ആ കാലത്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ അവർ കോൺഗ്രസ്സുകാരത് വിട്ടു. അങ്ങനെ പിന്നീട് സമ്പത്ത് തിരിച്ചു വന്നു. അദ്ദേഹം 2009 പ്രത്യേകത കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. അന്ന് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ മിക്കവാറും പൂർണ്ണമായിട്ടും UDF വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണ്. അന്ന് ആറ്റിങ്ങൽ മാത്രം ഒരു തുരുത്തായിട്ട് ഈ തെക്കൻ കേരളത്തിൽ നിന്ന് ആറ്റിങ്ങൽ കഴിഞ്ഞാൽ പിന്നെ ആലത്തൂരാണ് ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നത്. അതിനിടയ്ക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ. ആറ്റിങ്ങൽ എന്ന ഒരു സവിശേഷമായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഈ SFI പ്രവർത്തകരൊക്കെ
വളരെ സജീവമായി, ഇന്നത്തെ പോലെയല്ല, രക്ഷാപ്രവർത്തനമല്ല, വളരെ സജീവമായി അവരവരുടെ നാടുകളിൽ സമ്പത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു സാഹചര്യമാണ്. അത് എനിക്ക് വ്യക്തമായിട്ട് അത് ഓർമ്മയുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, സമ്പത്തിന് വേറൊരു വലിയ സൗകര്യം കിട്ടിയത്, അത് തരംഗം വളരെ ശക്തമായിരുന്നു. സമ്പത്ത് ജയിച്ചു പോയത് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി പ്രൊഫസർ ബാലേന്ദ്രനാണ്. അദ്ദേഹം അങ്ങനെ ഒരു പാർട്ടിക്കകത്ത് വലിയ സ്വീകാര്യത ഇല്ലാത്ത ഒരാളായിരുന്നു. അദ്ദേഹം ആള് ബുദ്ധിജീവിയാണ്. പക്ഷേ ആ രീതിയിൽ ഒരു വലിയ സ്വീകാര്യതയിൽ മാത്രമല്ല, പണം ആ രീതിയിൽ ചെലവാക്കാനുള്ള കപ്പാസിറ്റി. പണം ഒരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോടിക്കണക്കിന് രൂപ വേണ്ടി വരും. കാരണം വലിയ മണ്ഡലമല്ലേ, ലക്ഷക്കണക്കിനാണ് വോട്ടർമാർ. അതുകൊണ്ടാണ് സമ്പത്തിന് പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. പിന്നെ പ്രവർത്തകർ ധാരാളമുണ്ട്, അങ്ങനെ സൗകര്യമുണ്ട്. പക്ഷേ കോൺഗ്രസ് സ്ഥാനത്ത് നമ്മൾ പണം ഒരു ഘടകമാണ്. അടുത്തത് നമ്മുടെ ബിന്ദു കൃഷ്ണ വന്ന് മത്സരിച്ചു. ബിന്ദു കൃഷ്ണ മാത്രമല്ല, ബിന്ദു കൃഷ്ണ ഈ പറഞ്ഞ പോലെ ഒരു പുള്ളിംഗ് പവർ ഇല്ലാത്ത സ്ഥാനത്തിന്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരിൽ തന്നെ ഇവരോട് ഒരുപാട് വിരോധികളുണ്ട്. ബിന്ദു കൃഷ്ണ അങ്ങനെ പെട്ടെന്ന് നേതാവാവണ്ട എന്നൊരു ചിന്താഗതി വന്നിട്ട്, അപ്പോൾ ആ ബാലേന്ദ്രന് വന്ന ഒരു വലിയ പരാധീനത ബിന്ദുവിനും സംഭവിച്ചു. അങ്ങനെയാണ് ബിന്ദു പരാജയം. 2014 ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബിന്ദു കൃഷ്ണ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. ബിന്ദു കൃഷ്ണയ്ക്ക് ഈ പ്രൊഫസർ ബാലേന്ദ്രനുള്ള വലിയ പരാധീനതയുണ്ട്. മാത്രമല്ല ഒരു വനിതാ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് പുരുഷ കേസരികൾ അവരങ്ങനെ ജയിക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ഒരു നിസ്സഹകരണവും മറ്റ് പല ഘടകങ്ങളും, പണത്തിൻ്റെ പരാധീനത എല്ലാം കൂടി വന്നിട്ട് അവർ ആ സമയമായപ്പോഴേക്കും സമ്പത്ത് കുറെ കൂടി ജനങ്ങളുടെ സമ്പത്ത് കുറെ കൂടി കൺസോൾട്ടേറ്റ് ചെയ്തു. സമ്പത്ത് അവിടെ ഇരുത്തം വന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് മാറി. അപ്പോൾ അങ്ങനെ ഒരു ഘടകം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2019 വന്നപ്പോഴത്തേക്കും സംഗതി മാറി. കാരണം ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് അടൂർ പ്രകാശ് ആയിരിക്കുമെന്ന് കോൺഗ്രസ്സുകാർക്ക് നേരത്തെ അറിയാം. അടൂർ പ്രകാശ് നല്ലൊരു ക്യാമ്പയിനറാണ്. അതെ, ശരിയാണ്. പുള്ളി തന്നെ ഒരു ഇലക്ഷൻ മാനേജറാണ്. അത് ഇലക്ഷൻ മാനേജ്മെൻറ്റ് നന്നായിട്ട് പഠിച്ച ഒരാളാണ്. എന്താ വെച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്തുതിഗായകനായിട്ട് പറയുകയല്ല, കേരളത്തിൽ തിരുവിതാംകൂർ ഭാഗത്ത് ഏറ്റവും അധികം കമ്മ്യൂണിസ്റ്റുകാരുടെ മണ്ഡലമാണ് കോന്നി. ഒരു സമയത്ത് അച്യുതാനന്ദൻ മത്സരിക്കാൻ താല്പര്യപ്പെട്ട മണ്ഡലമാണ്. എന്ന് വെച്ചാൽ ആ മണ്ഡലത്തിൻ്റെ ഒരു മലമ്പുഴയല്ല, അച്യുതാനന്ദൻ കോന്നിയിൽ മത്സരിക്കാൻ ആലോചിച്ചാണ്. പക്ഷെ കോന്നിയിൽ മത്സരിച്ചില്ല. കാരണം കോന്നിയിൽ അടൂർ പ്രകാശിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. കോന്നിയിലെ ജനങ്ങൾക്ക് അത്ര സ്വീകാര്യതയുള്ള ആളാണ് അദ്ദേഹം. അത് അവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെയും BJP-കാരുടെയും എല്ലാ പാർട്ടിക്കാരുടെയും വോട്ട് അദ്ദേഹത്തിന് ക്യാൻവാസ് ചെയ്യാൻ പറ്റും. അത്രയും. പിന്നെ എല്ലാ ആളുകളും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അറിയാം, എല്ലാവരുടെയും ഒരു പ്രതിനിധിയാണ്. അതുകൊണ്ട് ആ ഒരു ഘടകം തന്നെയാണ് ആറ്റിങ്ങലിലും. അദ്ദേഹം ആറ്റിങ്ങൽ മണ്ഡലം സൂക്ഷ്മമായിട്ട് പഠിക്കുകയും, അദ്ദേഹത്തിന് വീടിരിക്കുന്ന സ്ഥലമൊന്നുമല്ല, എന്നാൽ പോലും മണ്ഡലത്തിൻ്റെ സവിശേഷതകൾ പഠിക്കുകയും കോൺഗ്രസിൻ്റെ ദൗർബല്യം എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെങ്ങനെ മറികടക്കാം എന്ന് ഇലക്ഷൻ മാനേജ്മെൻറ്റ്, ഇത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ മാനേജ്മെന്റ് ഏറ്റവും വലിയ അതോറിറ്റി എന്ന് പറയുന്നത്. അല്ല, ക്യാമ്പയിൻ സമയത്ത് പുള്ളി എല്ലാ കാര്യം മൈന്യൂട്ട് കാര്യത്തിൽ ഇടപെടുകയാണ്. ചെറിയ കാര്യങ്ങൾ വരെ അറിഞ്ഞു. അല്ല, പുള്ളിയുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഒന്നുമല്ല, ഡബിൾ വോട്ടിംഗ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അതാണ് 1,20,000 ഡബിൾ വോട്ടിംഗ് കണ്ടുപിടിച്ചു. അപ്പോൾ 60,000 പേര് അവൻ്റെ വീട്ടിലും ഭാര്യ വീട്ടിലും വോട്ടുണ്ട്. അപ്പോൾ ഈ ആളുകളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും, ഇത്ര ആളുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർക്ക് അത്ര പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ തോന്നുന്നു. ആ 60,000 വോട്ട് കുറച്ചപ്പോൾ തന്നെ സംഗതി ഇലക്ഷൻ്റെ റിസൾട്ട് മാറി. മനസ്സിലായില്ല? അതെ, ശരിയാണ്. ഇപ്പം മുരളീധരനാണ് BJP കാൻഡിഡേറ്റായിട്ട് വരുന്നത്. പുള്ളി ഓൾറെഡി കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രന് 2 ലക്ഷം ചില്ലാന വോട്ട് കിട്ടുകയും ചെയ്തു. അപ്പം BJP ആ ഒരു പ്രതീക്ഷയിലാണ് ഇത്തവണ. അതെ, പിന്നെ കോൺഗ്രസിനകത്തുള്ള ചില പ്രശ്നങ്ങളും ഇതെല്ലാം ഇവർക്കും കൂടെ ഗുണം ചെയ്യുമോ നോക്കുന്നുണ്ട്. അത് ആ രീതിയിൽ വർക്കൗട്ട് ആവില്ല തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം അടൂർ പ്രകാശിനെ ആയിരിക്കും ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അതെ, മനസ്സിലായില്ലേ? V മുരളീധരൻ്റെ 10 അല്ല, അടൂർ പ്രകാശിൻ്റെ 8. അതെ. അത് മാത്രമല്ല, വേറൊരു ഘടകം കൂടി അതിനകത്തുണ്ട്. കഴിഞ്ഞ തവണ BJPക്ക് ശബരിമല എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു. അത് ഇത്തവണ ഇല്ല. ശബരിമല അയ്യപ്പന് പകരം വയ്ക്കാവുന്ന ഒരു ബിംബമല്ല അയോധ്യയിലെ ശ്രീരാമൻ. കേരളത്തിൽ അതിൽ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മാത്രവുമല്ല, കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥി. V മുരളീധരൻ ഒരുപക്ഷെ വലിയ നേതാവായിരിക്കും, ഡൽഹിയിൽ അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യതയുണ്ടോ. പക്ഷേ ശോഭാ സുരേന്ദ്രൻ അത്ര പുള്ളിംഗ് പവറുണ്ടോ മുരളിക്ക് എനിക്ക് സംശയമാണ്. ശോഭാ സുരേന്ദ്രനൊരു പ്രത്യേകത, അങ്ങനെ ഇറക്കി വിട്ടാൽ സോഡിയം വെള്ളത്തിലിട്ട പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പുള്ളിംഗ് പവറുണ്ട്, ഭയങ്കരമായിട്ട് വോട്ട് പിടിക്കാൻ കഴിയുള്ളൂ. പാർട്ടി സംഘടനയിൽ അവരും കേട്ട് പല പ്രശ്നങ്ങളുണ്ടാവും. അവർ ചിലപ്പോൾ മുതിർന്ന നേതാക്കന്മാരായിട്ടൊക്കെ വഴക്കായിരിക്കും, അല്ലെങ്കിൽ പ്രവർത്തകർക്ക് അനഭിമതയായിരിക്കും. പക്ഷെ വോട്ടിന് നിൽക്കുമ്പോൾ BJPയിൽ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ക്രൗഡ് പുള്ളർ അല്ലെങ്കിൽ വോട്ട് കാച്ചർ എന്ന് പറയാവുന്ന സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ അവർ നിന്നുകൊണ്ടാണ് സത്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അടൂർ പ്രകാശ് ജയിച്ചത്. അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്ക് നയിച്ച ഒരു പ്രധാന ഘടകം ആ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഏതാണ്ട് പ്രൊഫസർ ബാലേന്ദ്രനും ബിന്ദു കൃഷ്ണയൊക്കെ പിടിച്ച വോട്ട് തന്നെ അടൂർ പ്രകാശ് പിടിച്ചിട്ടുള്ളൂ. പക്ഷേ
സമ്പത്തിന് മുൻ തവണകളിൽ കിട്ടിയ വോട്ടിൻ്റെ നല്ലൊരു ഭാഗം അതെ ശരിയാണ്. ശോഭാ സുരേന്ദ്രൻ കൊണ്ടുപോയി. നല്ലൊരു ശതമാനം എനിക്കൊന്നും ഒരു ഇഴവ വോട്ടിന്റെ നല്ലൊരു ഇഴവ വോട്ടിൻ്റെ കാരണം ഈ ശബരിമലക്ക് പോകണം അത് ഇഴവരാണ്. അതറിയാൻ പാടില്ലേ? ഈ പിണറായി വിജയന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഇതല്ലേ, പുള്ളി ശബരിമലയിൽ പോയി ഈ നവോത്ഥാനം നടപ്പാക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. ശരിക്ക് ഈ ഒരു അവർണ ക്ഷേത്രമാണ് ശബരിമല. അതെ അതെ അതെ. ഗുരുവായൂർ അമ്പലത്തിലാണെങ്കിൽ ചിലപ്പോൾ വിജയിച്ചേരെ, കാരണം സവർണ ക്ഷേത്രമാണ്. അവിടെ പോകുന്ന അധികം സവർണ സമുദായക്കാരാണ്, മറ്റു സമുദായക്കാർ പോയില്ല എന്നല്ല. ഈ സാധാരണക്കാരുടെ ഒരു ദൈവമാണ് അയ്യപ്പൻ. അപ്പോൾ നായർ തൊട്ട് താഴോട്ടുള്ള വിഭാഗക്കാരാണ് പോവുക. നായർ, ഈഴവ, വിശ്വകർമ്മ, ധീവര, പുലയ, ഈ 5 സമുദായക്കാരെ ശബരിമലയ്ക്ക് പോകുന്നുള്ളൂ. പുലയരിൽ താഴെയുള്ളവരും നായർക്ക് മീതുള്ളവരും പോകുന്നില്ല. നമ്പൂരിമാർ ശബരിമലയ്ക്ക് പോകില്ല. വെറുതെ ശബരിമല കാണാൻ വേണ്ടി പോകുന്നു. പക്ഷേ ഈ 41 ദിവസം വ്രതമെടുത്ത് പോകുന്നവർ ആത്മാർത്ഥ ഭക്തന്മാർ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അവർണ വിഭാഗത്തിലാണ്. അവരെയാണ് ഈ നവോത്ഥാനം കൊണ്ട് വെറുപ്പിച്ചത്. അവരൊരു പക്ഷേ മനുഷ്യ ചങ്ങലയിൽ പങ്കെടുത്തിട്ടുണ്ടാവും, വനിതാ മതിലും പങ്കെടുത്തിട്ടുണ്ടാവും. മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും CPM വോട്ട് ചെയ്തതാണ്. പക്ഷേ ശബരിമല എന്നൊരു മൂർത്തമായ വിഷയം വന്നപ്പോൾ അവൻ്റെ ഹൃദയത്തിലിരുന്ന ദൈവമാണ് ആ വോട്ട്. എനിക്കൊന്ന് മറ്റൊരു കാര്യം കൂടി ഉണ്ടാവണം. ഈ സമ്പത്തിന് 2019 ചാൻസ് കൊടുക്കും എന്ന് സമ്പത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മറ്റൊരു സാധ്യത ഇല്ല, സമ്പത്തിന് ഇനി ചാൻസ് കൊടുക്കില്ല, തുടർച്ചയായി 3ാമതൊരു ചാൻസ് കൊടുക്കില്ല എന്നൊരു സംസാരമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു അലസത കാണിച്ചിട്ടുണ്ടാവണം, വിഡ്രോ ചെയ്തിട്ടുണ്ടാവണം. അല്ല, അത് ഈ ആലത്തൂർ മണ്ഡലത്തിൽ PK ബിജുവിനും ഭയങ്കരമായിട്ട് പറ്റി. PK ബിജു ഇനി സീറ്റ് കിട്ടില്ല എന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ഉറച്ച വിശ്വാസത്തിൽ ആലത്തൂർക്ക് പോവുകയോ അവിടെ സജീവമായിട്ട് പൊതുപ്രവർത്തനത്തിൽ ഇടപെടുകയോ ചെയ്തിരുന്നില്ല. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സീറ്റ് തിരിച്ചു കൊടുത്തു. അടൂർ നമ്മുടെ സമ്പത്തിന് കൊടുത്തു, രാജേഷിന് കൊടുത്തു, ബിജുവിന് കൊടുത്തു, എല്ലാവരും തോറ്റുപോയി ചെയ്തു. 3 പേരും സാമാന്യ ഡീസൻ്റായിട്ട്. ഇത് ഈ മണ്ഡലത്തിലൊരു ഒരു സാമുദായിക ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് LDF വളരെ പ്രതീക്ഷ വളർന്നുണ്ട്. കാര്യം വെച്ചാൽ ഒരു മുസ്ലിം വോട്ട് നല്ലൊരു ശതമാനമുണ്ട്, ഈഴവ വോട്ടുകൾ എങ്ങനെ വരും. അപ്പോൾ ആ ഒരു സാധ്യത എങ്ങനെയാണ് LDFന് വീണ്ടും ഈ അടൂർ പ്രകാശിന്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാമുദായിക വികാരം അത്രയും പ്രബലമോ പ്രകടമോ അല്ല, ഒരു ഘടകമാണ്. പിന്നെ മുസ്ലിം വോട്ടുകൾ ഒരുപക്ഷെ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഇവർ LDFിലേക്ക് വന്നേക്കാം. എന്തുകൊണ്ടാണ് ആ മുസ്ലിങ്ങൾ LDFന് വോട്ട് ചെയ്യുന്നത്? LDFിനുള്ള സ്നേഹം കൊണ്ടല്ല. LDF ജയിക്കും, ഭരണത്തിൽ വരും എന്ന് പ്രതീക്ഷയുള്ളതുകൊണ്ട്. ഭരണത്തിൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ കിട്ടും, അതാണല്ലോ വോട്ടിൻ്റെ അടിസ്ഥാനം. കേന്ദ്രത്തിലേക്ക് അങ്ങനെ ഒരു മൗഢ്യം വച്ചു പുലർത്താനായിട്ട് ഈ നാട്ടിൽ തലക്ക് വെളിവുള്ള ഒരു മുസ്ലിം തയ്യാറാവുന്നിരിക്കുന്നു. മനസ്സിലായില്ല? കാരണം കേന്ദ്രത്തിൽ ചെങ്കോട്ടയിൽ ചെങ്കൊടി മാറും എന്ന് വിചാരിക്കാൻ ഇന്നത്തെ നിലയ്ക്ക് നമുക്ക് കാരണമില്ല. പിന്നെ മുസ്ലിങ്ങളുടെ മുമ്പിലുള്ള എന്താണ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ CPM എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ നിലയിൽ പ്രവർത്തിച്ചുകൊള്ളുന്നില്ല. പക്ഷേ ഈ BJP ക്യാമ്പ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ഇതൊക്കെ അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. തൃശ്ശൂരിനോളം ഇല്ല എങ്കിൽ പോലും ഒരു സർപ്രൈസ് സർജ് അവരുടെ വോട്ടിങ്ങിൽ ഉണ്ടാകുമെന്ന് അവർ പറയുകയാണ്. അവരുടെ പല കേന്ദ്രങ്ങളും ഒരു കുറച്ച് നാളുകളായിട്ട് മണ്ഡലത്തിൽ അവർ ഭയങ്കരമായി ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വികസന പല കാര്യങ്ങളിലും മുരളി മത്സരിക്കുമ്പോൾ എന്നുള്ള കാരണത്താലായിരിക്കാം ഒരുപക്ഷെ. അതെ, മുരളി ഒരു പ്രസൻറ്റബിൾ കാൻഡിഡേറ്റ് ആണ്. പിന്നെ അവർ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്ത് ശക്തനായ ഒരു സ്ഥാനാർത്ഥി BJPക്ക് വേണ്ടി വരുന്നു. ഒന്ന് നിർമ്മല സീതാരാമൻ അല്ലെങ്കിൽ സാക്ഷാൽ നരേന്ദ്രമോദി വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ഊർജ്ജ പ്രസരണം ഇപ്പുറത്തേക്ക് വരും. അടുത്ത മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പത്തനംതിട്ടയിലുണ്ടാവും, ആറ്റിങ്ങലിലുണ്ടാവും, കന്യാകുമാരിയിലുണ്ടാവും. ആ രീതിയിൽ. അതെ. കൂടാതെ ജയിച്ചു കഴിഞ്ഞാൽ ക്യാബിനറ്റ് ക്യാബിനറ്റ് പദവി കിട്ടാൻ സാധ്യതയുള്ള ആളാണ് മുരളി. മറ്റു വിധത്തിൽ സ്വീകാര്യനായിട്ടുള്ള ഒരാളാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധമില്ല എങ്കിൽ പോലും അവരുടെ വോട്ടിംഗ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലഭിച്ച പഞ്ചായത്തുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, പഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, അവിടുത്തെ മുനിസിപ്പാലിറ്റികളിൽ ലഭിച്ച സീറ്റുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ തന്നെ വളരെ ശക്തമായ സാന്നിധ്യമായിട്ട് അതിൻ്റെ ഒരു കാരണം ഈ അധികം ആൾക്കാർ ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഒരു കാര്യമുണ്ട്. ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ BDJS ഉണ്ടായി. BDJS ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈഴവ സമുദായത്തിന് BJPയോടുള്ള ഒരു തൊട്ടുകൂടായ്മ മാറി. അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് ഈഴവ സമുദായം ഒരു വിധത്തിലും BJP അടുപ്പിക്കുമായിരുന്നില്ല. അപ്പോൾ BJPക്കാർ വളരെ ക്ലവറായിട്ട് ചെയ്തൊരു പരിപാടിയാണ് BDJS രൂപീകരണം. പണ്ട് കാലത്ത് മുതൽക്ക് തന്നെ മാർക്സിസ്റ്റുകാരല്ലാത്ത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യാത്ത ഒരു ചെറിയ വിഭാഗം അല്ലെങ്കിൽ ഒരു ചെറുതല്ലാത്ത വിഭാഗം ഈഴവർ ഏത് കാലത്തുമുണ്ട്. അതായത് സാമാന്യം ഭൂസ്വത്തുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിൽ സ്വീകാര്യതയുള്ള പണമുള്ള ഒരു വിഭാഗമുണ്ട്. അതെല്ലാ സമുദായത്തിലുമുണ്ട്.
ക്രീമി ലെയർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതെ അതെ ഒരു വലതുപക്ഷ അതെ, ചിന്ത. ആ വലതുപക്ഷ ചിന്താഗതിക്കാർ ക്രീമി, ഞാൻ ടിപ്പിക്കൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ക്രീമി ലെയർ അതിൻ്റെ അകത്ത് അതെ അതെ വെള്ളാപ്പള്ളിയുടെ ഭാഷ പറഞ്ഞ് ഈഴവ ബ്രാഹ്മണം കൃത്യമായി ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യില്ല. ആ വോട്ട് ഇപ്പം BJPയിലേക്ക് പോയി. അതെ അത് നമുക്ക് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും കാണാൻ കഴിയും. ചാലക്കുടിയിലാണെങ്കിലും ഇരിങ്ങാലക്കുടയിലാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും ഒക്കെ ആ ഒരു സംഗതി ഉണ്ടായിട്ട് ഈ ഇഴവ സമുദായത്തിന് BJPയോടുള്ള തൊട്ടുകൂടായ്മ മാറി. അതാണ് ഒരു ഘടകം. അതവർ ബോധപൂർവം ശ്രമിക്കും, എനിക്കൊന്ന് ബോധപൂർവ്വം ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ. വടക്കൻ കേരളത്തിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട നേതാക്കൾ വരുന്നു, ഇനി തെക്കൻ കേരളത്തിൽ കൂടി അങ്ങനെ വരണം എങ്കിൽ മാത്രമേ LDFന്റെ അല്ലെങ്കിൽ CPMന്റെ നട്ടലായ ഈഴവ സമുദായത്തിൽ നിന്നും കുറേയേറെ വോട്ടുകൾ അടർത്തിയെടുക്കാൻ പറ്റും. അത് ശരി തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ BDS ഉണ്ടാക്കിയത്. BDS ഉണ്ടാക്കിയപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ വിചാരിച്ചത് ഈഴവരിലെ റാങ്ക് ആൻഡ് ഫയലിനെ ഇവർ പിടിക്കുകയും അതുവഴിക്ക് LDF ദുർബലമാവുകയും ചെയ്തതാണ്. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. ഇവർ പിടിച്ചത് വോട്ട് പിടിച്ചു എന്നുള്ള സത്യമാണ്, വോട്ട് വല്ലാതെ കൂടി എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ വൈക്കത്താണെങ്കിലും ഏറ്റുമാനൂരാണെങ്കിലും വൈപ്പിനിലാണെങ്കിലും തീരപ്രദേശത്താണ് ഇത് കൂടുതലായിട്ട് കണ്ടത്. മണലൂരാണെങ്കിലും മറ്റേ കയ്പമംഗലത്താണെങ്കിലും കൊടുങ്ങല്ലൂരാണെങ്കിലും ചാലക്കുടിയിലാണെങ്കിലും ആ ഭാഗത്ത് ഇവരുടെ സ്ഥാനാർത്ഥികൾ ഭയങ്കരമായിട്ട് വോട്ട് പിടിച്ചു. പക്ഷേ വടക്കൻ പറവൂർ ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലത്തിലും പിടിച്ച വോട്ട് മുഴുവൻ കോൺഗ്രസിൻ്റെ. പറവൂർ മാത്രം സതീശൻ അത്ര സമർത്ഥനായതുകൊണ്ട് ഇതിനെ പുള്ളി മറ്റേ രീതിയിൽ കൗണ്ടർ ചെയ്ത് അവിടെ LDFന്റെ വോട്ട് കുറഞ്ഞു. അതെ അതെ. പക്ഷേ CPM ഇത്തവണ ഒരു വളരെ അവരെ കയ്യിലിരുന്ന സാധനം തിരിച്ചു പിടിക്കുക, മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള രീതിയിൽ അവരുടെ അഭിമാന പ്രശ്നമാണ്. അഭിമാന പ്രശ്നമായിട്ട് പിന്നെ എവിടെ ജയിക്കും? അതെ അതെ അഭിമാന പ്രശ്നമായി എടുത്തിട്ടുണ്ട്. ആ രീതിയിൽ മത്സരിക്കും, പക്ഷെ ആര് മത്സരിക്കും എന്നുള്ളതാണ്. പല പല പേരുകൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ജോയിയുടെ പേര് ജില്ലാ സെക്രട്ടറിയെ തന്നെ കൊണ്ട് ഒന്നാലോചിച്ചു. അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് മറുവാദം കേൾക്കുന്നുണ്ട്. അല്ല പക്ഷേ പക്ഷേ അടൂർ പ്രകാശിന്റെ അടുത്ത് ആര് മത്സരിച്ചാലും അത്ര എളുപ്പമല്ല. അവര് വല്ലാതെ ശ്രമിച്ചാലും ഇപ്പോഴത്തെ പ്രകാശിനെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. അയാൾ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ തോക്കാത്ത ആളാണ്. അവസാനം സമ്പത്തിന് നിറക്ക് വീട് കൂടായികയില്ല, അങ്ങനെയും കേൾക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ പഴയ റഹീമല്ല, ഇപ്പോഴത്തെ റഹീം രാജേഷ് ഭാഗമായിട്ടുള്ള റഹീമിന്റെ പേര് കേൾക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ സമ്പത്തിന് വീണ്ടും നിറക്ക് വീണേക്കാം എന്ന് കേൾക്കുന്നുണ്ട്. അല്ല, അത് പാർട്ടി തന്നെ അവരൊരു വളരെ പ്രസ്റ്റീജ് മണ്ഡലമായിട്ടാണ് പാർട്ടി കണ്ടിരിക്കുന്നത്. അവര് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സീറ്റാണ് കയ്യിലിരുന്നതല്ലേ. ഈ തെക്കൻ കേരളത്തിൽ LDFന് ജയിക്കാവുന്ന എന്ന് പറയുന്ന 2 സീറ്റുള്ളൂ. ഒന്ന് കൊല്ലവും മറ്റേത് ആറ്റിങ്ങലും. പക്ഷെ 2 സ്ഥലത്ത് ഇപ്പൊ LDFന്റെ MP-മാരാണ്. ഇത് രണ്ടും കയ്യിലിരിപ്പ് കൊണ്ട് പോയ മണ്ഡലമെന്ന് വിശേഷിപ്പിക്കാവുന്നതാണെന്ന് തോന്നുന്നു. കയ്യിലിരിപ്പ് ഒന്നുകൊണ്ട് മാത്രം പോയതാണെന്ന് തോന്നുന്നു. കൊല്ലത്തെ ഒരു കൊല്ലത്തുവരെ പ്രേമേന്ദ്രൻ എന്നുള്ളൊരു വലിയ ഫാക്ടർ ഉണ്ട്. ഈ തിരുവനന്തപുരത്ത് തരൂർ എന്ന് പറയുന്ന പോലെ പ്രേമേന്ദ്രനെ നോവിച്ച് വിട്ടതാണ് ഈ രാഷ്ട്രീയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവമാനിച്ച് തള്ളിപ്പുറത്താക്കിയതാണ്. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥാനാർത്ഥി ആരായിരിക്കും ആറ്റിങ്ങലിൽ അതിനെ ആശ്രയിച്ചിരിക്കും. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും? പിന്നെ ഇടതുപക്ഷത്തിന്റെ സൗകര്യം എന്ന് വെച്ചാൽ പ്രവർത്തന മെഷീനറി ഉണ്ടല്ലോ. പാർട്ടി കേഡർ വളരെ ശക്തമാണ്. എനിക്ക് തോന്നുന്നത് 7 മണ്ഡലങ്ങളിലും പാർട്ടിയുടെ LDFന്റെ MLA-മാരാണ്. പിന്നെ മറ്റേ മുനിസിപ്പാലിറ്റി ആയാലും മറ്റെല്ലാം സ്ഥാപനങ്ങളെല്ലാം പോലെ പ്രവർത്തിക്കും. ഇത്തവണ കഴിഞ്ഞ തവണ ഒരു അലംഭാവം കൊണ്ട് പോയതാണ് എന്ന് വേണമെങ്കിൽ വിചാരിച്ചിട്ട് ഇത്തവണ ഊർജിതമായിട്ട് പ്രവർത്തിക്കാം. ഊർജിതമായ പ്രവർത്തനം നടത്തിയിട്ട് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. ഏറ്റവും കിട്ടാവുന്നതിൽ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യാം. ഈ തെരഞ്ഞെടുപ്പിലെ പണത്തിന്റെ ഘടകം അതും ഒരു വലിയ വിഷയം തന്നെയാണ്. ആ ഒരു ഫാക്ടർ സാധാരണക്കാർക്ക് എത്രത്തോളം അറിയാം എന്ന് എനിക്കറിയില്ല. അവർ പറയുന്നു പണം വേണം, പക്ഷേ അത് എത്രത്തോളം വേണം, എങ്ങനെ അത് എത്തിക്കും? കോടികളിലാണ് ഒരു പാർലമെന്റ് ഇവിടെ ചെലവാണ്. ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി അത് BJPക്കാർക്ക് ബുദ്ധിമുട്ടില്ല, അവർക്ക് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരും. CPM-ന് ബുദ്ധിമുട്ടില്ല. കാരണം CPIക്ക് ബുദ്ധിമുട്ടാണ്. CPM-ന് ബുദ്ധിമുട്ടില്ല, ഭരണമുണ്ട്, പിന്നെ പണം അവർ നേരത്തെ സമാഹരിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ ചെലവഴിക്കണമെന്നും അവർക്കറിയാം. കോൺഗ്രസ്സുകാർ 100 രൂപയിലാക്കടുത്ത് CPM-കാർക്ക് 25 രൂപ കൊണ്ട് കാര്യം നടക്കും. പൈസയുടെ ആവശ്യം അത്രയില്ല. അത് മറ്റു രീതിയിൽ അവർക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല ഘടകങ്ങളും അതിൻ്റെ അകത്തുണ്ട്. BJPക്ക് വളരെ ശക്തമായ വളർച്ചയുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ. പക്ഷേ ജയമുറപ്പിക്കാൻ ഇനിയും ഏറെ സാധ്യത ഞാൻ നോക്കിയിട്ട് വിദൂരമാണ്. അടുത്ത നിലയ്ക്ക് നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ അടൂർ പ്രകാശം തോപ്പിക്കാൻ എളുപ്പമല്ല. CPM-ന് എളുപ്പമല്ല, പിന്നീട് BJP. CPM-ന്റെ പല ക്യാമ്പയിനുകൾ പോലും മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് വരേണ്ടി വരുന്നൊരു സാഹചര്യം ചില ഇടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ CPM-ന് പാർട്ടി മെക്കാനിസം ഉണ്ടെങ്കിൽ പോലും പഴയതുപോലെ അനായാസം ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല ഇപ്പോൾ എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ശരിയല്ല. കാര്യം ഇപ്പം പാർട്ടി സംവിധാനം
മണ്ഡലത്തിൽ അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പാർട്ടി മിഷനറി ഇറങ്ങിക്കഴിഞ്ഞാൽ സജീവമാവും. അതിൽ വേറെ ഇപ്പോൾ കോൺഗ്രസിനെ പോലെ ആ പ്രശ്നമല്ല. കോൺഗ്രസിന് അത് നേരെ തിരിച്ചാണ്. CPM സംബന്ധിച്ച് അതൊരു വിഷയമല്ല. പാർട്ടിക്കാരുടെ ഇറക്കി ഇലക്ഷൻ ഉത്തേജക മരുന്ന് കഴിച്ചാലേ ഇപ്പോൾ ആളെ കിട്ടും. കോൺഗ്രസ് ഉത്തേജകമാണെങ്കിൽ ഗാന്ധിയുടെ രൂപത്തിൽ വരികയും അല്ല, അത് തരൂർ പറഞ്ഞൊരു വലിയ ഘടകം തിരുവനന്തപുരത്ത്. എനിക്ക് തോന്നുന്നു പൈസയുടെ വിഷയം അടൂർ പ്രകാശ് ആയതുകൊണ്ട് പുള്ളി നേരിട്ടാണ് പുള്ളിയുടെ എല്ലാ സംഘടനകളും ചെയ്യുന്നത്. അപ്പോൾ ഈ തരൂരിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അതുകൊണ്ട് പുള്ളിയെ വളരെ ശ്രദ്ധിക്കും. ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ പുള്ളി മനസ്സിലാക്കും. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ ചർച്ചയുടെ കാര്യങ്ങളൊക്കെ പുള്ളി മരത്തുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാൻ എത്തുന്ന നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മാസങ്ങളല്ല, എനിക്ക് തോന്നുന്നു 1-2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം ഗ്രൗണ്ട് ലെവൽ സ്പീഡ് വർക്ക് തുടങ്ങി. അതുകൊണ്ടാണ് പിടിച്ചേക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പം അടൂരുള്ള ഒരാൾ കോന്നി പോയി അല്ല, കോന്നിയിലെ ഉറച്ച ഇടതുപക്ഷ വിശ്വാസികൾ പോലും അന്ന് സംസാരിച്ചത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വിവരമെടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞങ്ങളുടെ സ്വന്തം ആളാണ് അങ്ങോട്ടേക്ക് ആറ്റിങ്ങിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ BJP കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വികസനത്തിൽ ഭയങ്കരമായിട്ട് ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ബാങ്കുകൾ വഴിയുള്ള അവരുടെ വായ്പാ വിതരണ പദ്ധതികൾ, പിന്നെ പരിശ്രമ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ജനകീയ വിഷയങ്ങൾ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ കേന്ദ്ര പദ്ധതികൾ അത് BJP-യുടേതാണ് എന്ന് പറഞ്ഞ് അവരെ ഓർമ്മിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു അവരുടെ തരത്തിലും വർക്ക് നടക്കും. PMAY പദ്ധതി പ്രകാരം വീട് ലഭിച്ചവർക്കൊക്കെ വിളിച്ച് ഫോളോ അപ്പ് ഉണ്ട്, വീട് കിട്ടിയില്ലേ എന്നുള്ള രീതിയിൽ അതിനകത്തുള്ള 2 അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാരവയ്പുണ്ടാകാതിരിക്കാൻ നോക്കുന്നുണ്ട്. അതെ. പൊതുവിൽ അടൂർ പ്രകാശിന് തന്നെയാണ് സാധ്യതയോടെ നമ്മളിപ്പോൾ കരുതാനായിട്ട് വരാത്തോട്ട് പ്രത്യേകിച്ചു. ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ചിത്രം ഇതാണ്. അടൂർ പ്രകാശിന് വ്യക്തമായ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ്. ഇനി എതിർപക്ഷത്തെ, അതായത് LDFന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ് അറിയേണ്ട ഫാക്ടർ. BJPക്ക് വളക്കൂറുള്ള മണ്ണാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജയത്തിലേക്ക് അവരുടെ വളർച്ച ഇനിയും എത്തേണ്ടിയിരിക്കുന്നു എന്ന അഭിപ്രായവും ഉയർന്നു കഴിഞ്ഞു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ജയശങ്കർ, ഒപ്പം തന്നെ AC റജി, ഇരുവർക്കും നന്ദി. മറ്റൊരു ദിവസം അടുത്തൊരു മണ്ഡലവുമായി നമുക്ക് ഒത്തുചേരാം. നമസ്കാരം.